ഈ 5 ഇൻക്യുബേറ്ററും നിങ്ങൾക്കുള്ളതാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്ര കാരപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. KRS ഇൻക്യുബേറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വരാനുള്ള ഒരു കാരണം, കുറച്ചു മുന്നേ ഇതേ സ്ഥാപനത്തിന്റെ ഇതേ പ്രോഡക്റ്റിന്റെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തു, നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ഗംഭീരമായിട്ട് വിജയിച്ചു. 30 ലക്ഷത്തിന്റെ മുകളിൽ ഒരു വീഡിയോ പോയി, മറ്റൊന്ന് 10-11 ലക്ഷത്തിന്റെ മുകളിൽ പോയി. ഒരു 40 ലക്ഷത്തിന്റെ മേലെ ആളുകൾ വീഡിയോ കണ്ടു. അപ്പൊ കണ്ടിട്ട് നമ്മൾ മുണ്ടായിട്ട് ശരിയല്ല, 5 പേർക്ക് കൊടുക്കണം. അതുകൊണ്ട് 5 പേർക്ക് കൊടുക്കണം. അങ്ങനെ സന്തോഷം എന്നെ വിളിച്ചു. 5 പേർക്കെങ്കിലും എനിക്കിത് ഫ്രീ ആയിട്ട് ഇൻക്യുബേറ്റർ കൊടുക്കണം, മുട്ട വിരിയിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഇതേ ഒരു സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ സന്തോഷേട്ടാ? എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുക, ഷെയറും കമന്റ് ചെയ്യുക, നമ്മൾ നമ്പർ കൊടുക്കരുത്, നിങ്ങളുടെ നമ്പർ കൊടുക്കുക, അതില് സ്ക്രീൻഷോട്ടേക്ക് വാട്സപ്പ് ചെയ്യുക. സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക. നമ്മള് മറ്റേ വീഡിയോ ഇറങ്ങിയ അന്ന് തൊട്ട് 20ാമത്തെ ദിവസം. ഓക്കെ, ഈ വീഡിയോ ഇറങ്ങിയിട്ട് 20ാമത്തെ ദിവസം ഇതിന്റെ നറുക്കെടുപ്പ് ഉണ്ടാവും. അതിൽ നിന്ന് നറുക്കെടുക്കുന്ന 5 പേർക്കാണ് ഈ കാണുന്ന പല ടൈപ്പ് പല കളറിൽ പല ടൈപ്പിലെ പല കളറിലുള്ള നോക്കണ്ട, പ്രവർത്തനം ഉഷാറാണ്. ഓക്കെ, കളർ നിങ്ങൾ നോക്കണ്ട കേട്ടോ, പ്രവർത്തനം ഉഷാറാണ്. വർക്ക് ഭയങ്കരമായിരിക്കും പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. എടുക്കുന്ന 5 പേർക്ക് അല്ലെ? 5 പേർക്ക്. സന്തോഷേട്ടാ, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടാവും. എന്താണ് ഇൻക്യുബേറ്റർ, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒക്കെ ഉള്ള ഒരു ഡൗട്ട് ഉള്ളവരുണ്ടാവും. ഇത് എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളതും കൂടി അതും കൂടി പറഞ്ഞു. ഇത് നമുക്ക് കോഴി ഇല്ലാതെ മുട്ട വിരിയിപ്പിക്കുന്ന യന്ത്രമാണ്. അതിനാണ് ഇപ്പൊ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. കോഴി വേണ്ട, ഒരു കോഴിക്ക് 10-12 മുട്ട വെക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് 100 മുട്ടയും വയ്ക്കുക, ഇതിനകത്ത് 200 മുട്ടയും വയ്ക്കുക. ഇതിന്റെ ഫുൾ കോഴിയുടെ ചൂടും താപനില അതിന്റെ ഹ്യൂമിഡിറ്റിയിലേക്ക് കൊടുത്താൽ നമ്മൾ വിരിയിപ്പിക്കുന്നതാണ്. ഇത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വിരിയിപ്പിക്കും. ഇതുകൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുക, ജീവിതമാർഗം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് വെക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഇൻക്യുബേറ്ററിനകത്ത് ഒരു ഓർഡർ ഉണ്ടാവും, ഒരു ഫാൻ ഉണ്ടാവും. ഈ ഓർഡറിനകത്ത് ബൾബ് ഇട്ട് എടുക്കുക, ബൾബ് ഇടുക. ഓക്കെ, അതിനകത്ത് ശേഷം ഇതിനകത്ത് ന്യൂസ് പേപ്പർ ഇരിക്കണം. ന്യൂസ് പേപ്പർ ഇരിച്ച ശേഷം 1 ലിറ്ററിന് മിനറൽ വാട്ടർ കുപ്പി. ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് അറിയോ? നമ്മൾ ഈ ഇൻക്യുബേറ്റർ വിരിയുമ്പോൾ ബ്ലഡ് ആവും. അപ്പൊ ബ്ലഡ് അത് ചീത്തയാവാതിരിക്കുകയാണ്, ഇൻക്യുബേറ്റർ ചീത്തയാവാതിരിക്കുകയാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഇരിക്കുന്നത്. നമ്മൾ കുറെ വർഷങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഒരു വർഷമല്ലല്ലോ ഉപയോഗിക്കുന്നത്, കുറെ വർഷങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിന് വേണ്ടിയാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഇരിക്കുന്നത്. വെച്ച ശേഷം നിങ്ങൾ ഒരു കുപ്പി മിനറൽ വാട്ടറിന്റെ കുപ്പി എടുക്കുക. മിനറൽ വാട്ടർ ഇത്ര കട്ടിയിട്ട് എടുക്കാം, ഒരു വിരലിന്റെ ഹൈറ്റ് മതി. ചില ആളുകൾ പരന്ന പാത്രം വെക്കും, അത് വിരിയില്ല, ഒന്നും വിരിയില്ല. അങ്ങനെയുണ്ട്. ഈ ഇങ്ങനെയുള്ള പാത്രം വെച്ചാൽ ഈ 100 മുട്ട കേട്ടോ, ഈ ഫാനിന്റെ തൊട്ട് താഴെ വെക്കുക, നേരത്തെ വെക്കുക, ഇങ്ങനെ അടയ്ക്കുക. ഈ 2 ഫ്ലഗും കുത്തി കൊടുക്കുക. അതല്ല, ഒരു അഡാപ്റ്റർ ഉണ്ടാവും, രണ്ട് കുത്തി കൊടുക്കുക. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫും ഓൺ ആയിക്കോളും, കോഴിയുടെ ചൂടായിട്ടുള്ള ഇരുന്നോളും. സമയം 19 ദിവസം 18-19 ദിവസം നമുക്ക് വിരിയാൻ തുടങ്ങിക്കോളും. 21 ദിവസം നമുക്ക് എല്ലാം വിരിഞ്ഞ് കഴിയും. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തറിയോ? ചില ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ സെൻസർ ഉണ്ടല്ലോ, ഈ സെൻസറാണ്. അത് സെൻസറാണോ? ഈ സെൻസറാണ്. ചില ആളുകൾ അബദ്ധം പറ്റുന്നറിയോ? നേരെ പോയിട്ട് ഇങ്ങനെ കൊണ്ട് വെക്കും, അറിയാതെ സെൻസർ പുറത്ത് വെക്കും, അറിയില്ല, ചിലർക്ക് ശ്രദ്ധിക്കില്ല. അപ്പൊ ഇതെന്താ, ഇതിനകത്ത് മീറ്റർ കത്തിക്കൊണ്ടേയിരിക്കും, ബൾബ് കത്തിക്കൊണ്ടേയിരിക്കും, പുറത്തെ ചൂട് കാണിക്കും. അപ്പൊ ഇത് ബൾബ് ഓഫ് ആവില്ല, ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് സെൻസർ. മിക്ക ആളുകൾക്കും സംഭവിക്കുന്ന സംഭവം അറിയോ? ഈ സാധനം നേരെ ഉള്ളിക്കാതെ ചിലപ്പോൾ അറിയാതെ മുട്ടയ്ക്ക് അനക്കി കൊടുക്കണം. 5 പേര് 2 നേരം അനക്കി കൊടുക്കണം, ജസ്റ്റ് അനക്കി കൊടുക്കും. ഈ അനക്കി കൊടുത്ത് കഴിയുമ്പോൾ അറിയോ, ചിലപ്പോൾ അറിയാതെ എങ്ങനെ ആവും. ഇതൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ. നമ്മൾ എന്റെ അഭിപ്രായം, എന്റെ ഇൻക്യുബേറ്റർ ഉണ്ടോ, എന്നെ ഫസ്റ്റ് തൊട്ട് വിരിയുന്നവരേക്ക് എന്നെ വിളിച്ച് സംസാരിക്കണം. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ തൊഴിൽ അതാണ്. നമുക്ക് അവര് നമ്മുടെ തൊഴിൽ ഇതും കൂടെ ജീവിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഉത്തരവാദിത്തം വേണം, വാങ്ങിക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവണം. പക്ഷെ ഒരാൾ വിരിഞ്ഞില്ല എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവര് ശ്രദ്ധ കുറവുകൊണ്ടാണ് വിരിയച്ചപ്പോൾ ചില ആൾക്ക് വിരിയാത്തത്. അന്ന് കാര്യം കഴിഞ്ഞാൽ ഒന്നില് പരന്ന പാത്രം വെള്ളം വെക്കും, അല്ലെങ്കിൽ പൂവനില്ലാത്ത മുട്ട കൊണ്ടുവരും. അത് മുട്ട ശ്രദ്ധിക്കണം അല്ലേ? പൂവനില്ല, നമ്മൾ 5 ദിവസം ആകുമ്പോൾ മുട്ട ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ നരമ്പും ഡോട്ടും കാണാം, നരമ്പ് കാണാം. ഇത് എവിടുന്ന മുട്ട വാങ്ങിക്കേണ്ടത്? കർഷകന്റെ വാങ്ങിക്കുക. പൂവനുള്ള സ്ഥലത്ത് മുട്ട കിട്ടും. പശുകളൊക്കെ മുട്ടയിടും, എല്ലാ പശുകളും മുട്ടയിടും. പക്ഷെ പൂവൻ വേണ്ട, മുട്ടയിട്ടെങ്കിൽ. പക്ഷെ വിരിയാണെങ്കിൽ പൂവൻ ക്രോസിംഗ് ആവണം. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 എണ്ണം നമ്മള് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക, നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. അതല്ലാതെ ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയാണ്, എങ്ങനെയാണ് പ്രൈസ് ഒക്കെ വരുന്നത്? 100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററിന്റെ വില 1800 വില. നമ്മൾ കൊറിയ അയക്കുമ്പോൾ 200 ചാർജ് ആവും, 2000 രൂപ ആവും. ഇത് 2500 രൂപ വിലയുള്ളൂ. 300 രൂപ ചാർജ്, 200 മുട്ട വയ്ക്കുക, 2500 രൂപ. പക്ഷെ 2500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്, ഞാൻ മാത്രം കൊടുക്കുന്നു കേട്ടോ. വേറെ എവിടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇല്ല കേട്ടോ കൊടുക്കുന്നത് ഇത്ര റേറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയും ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. 1, 2, 3, 4 ഇൻക്യുബേറ്റർ കൊടുക്കുന്നവർക്ക്
ഇതേപോലെ വിലയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. ഓ, എനിക്ക് അത്രയും ഹോൾസെയിൽ റേറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഞാനത് കൊടുക്കുന്നത്. ഇതാ സത്യസന്ധമായ കാര്യങ്ങൾ കേട്ടോ. ഒരു ഇൻക്യുബേറ്റർ 2 ഇൻക്യുബേറ്റർ 10 കൊടുക്കുകയാണെങ്കിൽ എനിക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കുറെ വർഷമായി തോന്നുന്നില്ല ഇതേ റേറ്റിന് 6 വർഷമായിട്ട് ഞാൻ ഇതേ വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 വർഷമായിട്ട് പ്രൈസ് മാറ്റിയിട്ടില്ല. എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് കൊടുക്കുന്നത്. ആ വിലക്ക് റേറ്റ് അതിന്റെ പാർട്സിന് വില കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓ, അത് ശരി. അല്ലെങ്കിൽ കഴിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എത്രയാണ് KRS ഇൻക്യുബേറ്റേഴ്സിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലെ സന്തോഷ് ചേട്ടാ? ഓക്കെ, ഇവിടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായല്ലോ, എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്തത്, എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ. 5 ഇൻക്യുബേറ്റേഴ്സ്, ഇതിന്റെ ചെറുതായിട്ടുള്ള 100 എണ്ണം വെക്കുന്ന 5 ഇൻക്യുബേറ്റേഴ്സ് നിങ്ങൾക്ക് കമന്റും ഷെയറും ചെയ്യുന്നതിന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. ഫ്രീ ആയിട്ട്, ആ കൊറിയർ ചാർജ് പോലും നിങ്ങൾ കൊടുക്കണ്ട. ആ കമന്റ് അതേപോലെ തന്നെ ഷെയറും ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന 5 പേർക്കാണ് 5 ഇൻക്യുബേറ്റർ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.